ഇന്നലെ ഒരു മനുഷ്യൻ എന്നോട് പറയാണ്, ഒരു 8 മണി കഴിഞ്ഞാൽ ഒരു അന്യ സമുദായത്തിൽപ്പെട്ട ഒരാളെ അങ്ങാടി കാണൂല. എന്തുകൊണ്ട്? ഒരു നേരത്തെ പോയി കടന്നുറങ്ങും. ഇന്നലെ ഒരു മധ്യവയസ്കനായ മനുഷ്യൻ അയാൾ അങ്ങാടിൻ്റെ അവസ്ഥ എന്നോട് പറയാണ്, എന്ത്, ഒരു 8 മണി കഴിഞ്ഞാൽ ഒരു അന്യ സമുദായക്കാരനെ അങ്ങാടി കാണൂല. അവർ വേഗം പോയി കടന്നുറങ്ങും. അവർക്ക് നേരം വെളുത്താൽ പണിക്കോണം. നേരെ മറിച്ച് 10 മണി, 12 മണി, 1 മണി, 2 മണി ആ നേരത്തെ അങ്ങാടിയിൽ കുസു എന്ന് പറഞ്ഞ് ഒരു മോട്ടോർ സൈക്കിൾ അവിടെ സൈഡാക്കി വെച്ച് 4 മോട്ടോർ സൈക്കിൾ പുറത്തുണ്ടാവും, മറ്റൊരു കള നിറഞ്ഞ് ഇരിക്കുന്നുണ്ടാവും. അങ്ങനത്തെ ഒരു കൗമുണ്ടെങ്കിൽ അതാരെ മക്കളാണ്? പറയും, ആരെ മക്കളാണ്? നമ്മളെ മക്കളാണ്. അത് മനസ്സിൽ ഇത് വളരെ ചിന്തിക്കണം. ഇതൊന്നും മൂല്യന്മാർക്ക് പറയാൻ പാടില്ല എന്ന് പറയുകയാണെങ്കിൽ അത് എൻ്റെ വല്യാപ്പാനോട് പറഞ്ഞോ, എന്നോട് പറയരുത്. ഇജ്ജ് വിചാരിച്ച മൂല്യരല്ല ഞാൻ വേറൊരു മൂല്യരാണ്. ഞങ്ങൾക്ക് കുറേ ആളുകൾക്ക് അമ്മായിയാകണ വയറൊന്നും നിൻ്റെ കയ്യിലില്ല. പടച്ച തമ്പുരാനിലേക്ക് മടങ്ങാതെ ഇവിടെ ഒരു വർത്താനം കൊണ്ട് കാര്യമല്ല. ഒരു ദ്വായ സമ്മേളനമല്ല, 1000 ദ്വായ സമ്മേളനം നടത്തിയിട്ടും കാര്യമല്ല. പടച്ചോന് വഴിപ്പെടണം. അള്ളാഹ് ഇവിടെ നിയമറക്കിയിട്ടുണ്ട്. കാന യക്റഹുൽ കലാമ ബഅദൽ ഇശായി. ഇശ കഴിഞ്ഞിട്ട് വർത്തമാനം പറയുന്നത് മുത്തുനബിക്ക് വെറുപ്പ. മുത്ത് മുഹമ്മദ് മുസ്തഫ ഉറക്കപ്പറ, മുത്ത് മുഹമ്മദ് മുസ്തഫ ഇത് താന്താർക്കും തള്ളാർക്കും നിയന്ത്രിക്കാൻ കഴിയില്ലെങ്കിൽ എന്തിനാണ് നിങ്ങൾ ആ പോരയിൽ കൊക്കി കുരച്ചിരിക്കേണ്ട ആവശ്യം? പിന്നെ നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യം എന്താ? താന്തയും തള്ളയും പറഞ്ഞ മക്കൾ കേൾക്കൂലെങ്കിൽ പിന്നെ എന്തിന് ഒരു ഊട്ടിന്ന് കൊണ്ട് തന്നെ നായയുടെ പണിയെടുക്കാൻ വേണ്ടി തന്ത അവിടെ എടുക്കേണ്ട ആവശ്യം എന്തുണ്ട്? തന്തക്ക് തന്ത പറഞ്ഞ മക്കൾ സ്വീകരിക്കണം. ഇല്ലെങ്കിൽ പഠിച്ച് പുറത്താക്കുക. പുറത്ത് പോടാന്ന് പറയാം. പുറത്ത് പോടാ പണി നോക്കിയിട്ട് പറയാം, ഇത് എൻ്റെ പോലെയാണ്, പുറത്ത് പോ, ഇവിടെ എൻ്റെ കാര്യം നടക്കുള്ളൂ, പാടാ പുറത്ത് പോടാന്നറിയാം. അവൻ്റെ കൈ കൊണ്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ കഴിഞ്ഞു വിടൂല എന്ന് ബാപ്പമാർ ഒഴിവാക്കിയിട്ട് ബാപ്പമാർ റസാഖ് റബ്ബാണെന്ന് വിചാരിക്കുക. എന്നാൽ നാളാണ് നന്നാവും. അള്ളാഹു തൗഫീഖ് തരട്ടെ. മനസ്സിലാവുണ്ട്? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? ഒരു ചെറുപ്പക്കാരും ഇന്ന് പറഞ്ഞാൽ കേൾക്കൂല. എന്താ കാരണം? തന്താരത് പഠിപ്പിച്ചില്ല. ഒരു മൂല്യരൊരു വഴന്ന് പറഞ്ഞാൽ ആ പറഞ്ഞത് സത്യമാണ്, അത് പറഞ്ഞനുസരിച്ച് ജീവിക്കണം എന്ന് മക്കളോട് ബാപ്പ ഉപദേശിക്കണം. നേരെ മറിച്ച് പൊരയിലിൻ്റെ ഉള്ളിൽ ഇരുന്നാൽ പറയണത് എന്താ? മൂല്യന്മാർ തട്ടിപ്പാണ്, തങ്ങന്മാർ തട്ടിപ്പാണ്, ഒക്കെ തട്ടിപ്പാണ്. ഔലിയാക്കന്മാർ തട്ടിപ്പ്, മൂല്യർ തട്ടിപ്പ്, തങ്ങൾ തട്ടിപ്പ്. ആരപ്പം തട്ടിപ്പല്ലാത്തത്? ആരാ തട്ടിപ്പല്ലാത്തത്? മമ്മൂട്ടി തട്ടിപ്പല്ല അല്ല, ഇവിടെ ഇപ്പം ആരെ ഒക്കെ തട്ടിപ്പായി, എല്ലാവരും തട്ടിപ്പ്. മൂല്യർ തട്ടിപ്പ്, തങ്ങൾ തട്ടിപ്പ്, ഒക്കെ തട്ടിപ്പ്. പിന്നെ ഇപ്പം തട്ടിപ്പല്ലാത്ത ആളാ? ആരപ്പം ഇവിടെ തട്ടിപ്പല്ലാത്ത? ആരും ഇവിടെ തട്ടിപ്പല്ലാത്ത? ഒക്കെ തട്ടിപ്പാ. സിനിമാ നടന്മാർ തട്ടിപ്പല്ല, ബാക്കിയൊക്കെ തട്ടിപ്പാ. ഈ അവസ്ഥ മാറിയിട്ട് തന്താര് എന്ത് ചെയ്യണമെന്നറിയോ? അത് ഇടക്കിടക്ക് പൊരയിൽ യോഗം വിളിക്കണം. അത് പുറത്തുള്ള യോഗം പുറത്തുള്ള ഓലെ വിളിച്ചാൽ പോരെ, അത് നിങ്ങൾ വിളിക്കണം. അവനാൻ്റെ പൊരയിലെ മക്കളെങ്ങനെ കൂട്ടിയിരുത്തിയിട്ട് പറയണം. മക്കളോട് പറയും, മക്കളെ ആഖിർ സമാനാണ്, അതുകൊണ്ട് നമ്മളെ കാര്യം നമ്മൾ ശ്രദ്ധിക്കാം. പടച്ചോന് പൊരുത്തല്ലാത്തൊരു സംഭവം ഉണ്ടാകരുത്. ഈശ നിസ്കാരം കഴിഞ്ഞാൽ എല്ലാവരും പൊരയിൽ വരണം. ഈശ കഴിഞ്ഞിട്ടുള്ള ഒരു പരിപാടി നമുക്ക് വേണ്ട. എല്ലാവരും നേരത്തെ കാലത്തെ പൊരയിൽ വരണം. എന്നിട്ട് എന്ത് ചെയ്യണം? നേരത്തെ കടന്നുറങ്ങണം. ഇപ്പോഴും ഒരാൾ തഹജ്ജുദ് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ എന്നാണ് ഇനി തഹജ്ജുദ് നിസ്കരിക്കുക? 7:15 ഇശാന്റെ ബാങ്ക് കൊടുത്ത് എന്താണെങ്കിലും 8 മണിയോടുകൂടെ ഇശാന്റെ ജമാഅത്തും കഴിഞ്ഞിറങ്ങി ഇല്ലേ? ഇല്ലേ? പറയില്ലേ? ഇനി സുബഹി 5:15 എത്ര മണിക്കൂറുണ്ട്? എത്ര മണിക്കൂറുണ്ട്? 9.25 മണിക്കൂറുണ്ട്. 9.25 8 മണിക്ക് ഇറങ്ങിയാൽ മനസ്സിലാണ്ട് പറഞ്ഞത്. 9.25 മണിക്കൂറുണ്ട്. എന്തിന്? സുബഹി ബാങ്ക് കൊടുക്കാൻ ഇല്ലേ? ശരാശരി ഒരു മനുഷ്യന്റെ ഉറക്കം 6 മണിക്കൂറാണ്. 6-ലേറെ ഉറങ്ങിയാൽ ദോഷമായി ബാധിക്കും. അള്ളാഹു കാക്കട്ടെ. ഒരു ശരാശരി മനുഷ്യൻ്റെ ഉറക്കം എന്ന് പറഞ്ഞാൽ 6 മണിക്കൂറാണ്. ഇനി അത് കുറക്കുകയും ചെയ്യാം. ഇന്ത്യ ഭരിച്ചിരുന്ന ഇന്ദിരാഗാന്ധി 4 മണിക്കൂറിനേക്കാൾ കൂടുതൽ ഉറങ്ങിയിട്ടില്ല എന്നാണ്. അവിടെ ഉറക്കില്ലാത്തതിൻ്റെ പേരിൽ ഇന്ദിരാഗാന്ധി മരിച്ചിട്ടില്ല. ചിന്തിക്ക്, അവർക്ക് നല്ല ആരോഗ്യം നല്ല കാര്യമൊക്കെ ഉണ്ടായിരുന്നു. 4 മണിക്കൂർ ഇന്ദിരാഗാന്ധി ഉറങ്ങിയിട്ടുള്ളൂ എന്നാണ്. വേണ്ട, 6 മണിക്കൂർ ഉറങ്ങിക്കോ. എന്നാലും 3.25 മണിക്കൂർ ഏറെയാ. ഇഷാൻ്റെ ജമാഅത്ത് കഴിഞ്ഞിട്ട് പള്ളിക്കന്ന് ഇറങ്ങിയിട്ട് സുബഹിൻ്റെ ബാങ്ക് കൊടുക്കാൻ എത്ര ഉണ്ട്? പറയും, എത്ര? 9.25 മണിക്കൂർ. മനസ്സിലാവുണ്ടോ പറഞ്ഞത്? 9.25 മണിക്കൂറുണ്ട്. അല്ലെങ്കിൽ ഇഷാന്റെ ബാങ്കിൻ്റെയും സുബഹി ബാങ്കിൻ്റെയും ഇടയിൽ 10 മണിക്കൂറുണ്ട്. ഇഷാ ബാങ്കിൻ്റെയും സുബഹി ബാങ്കിൻ്റെയും ഇടയിൽ 10 മണിക്കൂർ. 10 മണിക്കൂർ. 4 മണിക്കൂർ ഉറങ്ങാൻ മതി. 6 മണിക്കൂർ ഉറങ്ങാൻ മതി. 4 മണിക്കൂർ ബാക്കിയാ.
മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക് പറഞ്ഞത്? ഇന്നും ഒരാൾ തഹജ്ജുദ് നിസ്കരിക്കണില്ലെങ്കിൽ എന്നാണ് ഇനി തഹജ്ജുദ് നിസ്കരിക്കുക? ഉമ്മിനെ ചിന്തിക്കണം. അപ്പോൾ ബാപ്പ എന്ത് ചെയ്യണം? മക്കളെ നേരത്തെ കാലത്തെ വീട്ടിൽ എത്തിക്കാൻ ബാപ്പാന്റെ ഉത്തരവാദിത്തമാണ്. ബാപ്പ മസൂലാണ്. കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസൂലുൻ അൻ റഇയതിഹി എന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ. ഡൽഹിയിലെ വാതിലല്ല ആദ്യം തുറക്കേണ്ടത്, ആകാശത്തെ വാതിലാണ്. ആകാശത്തെ വാതിൽ തുറന്നാൽ ഡൽഹിയിലെ വാതിൽ ഓർക്കും. അള്ളാഹു തൗഫീഖ് തരട്ടെ. നമ്മളെ പൊര നന്നാക്കുക, നമ്മളെ പൊര വൃത്തിയാക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? നേരത്തെ കാലത്ത് ഉറങ്ങുക. എത്ര ഉറക്കാനാണെങ്കിലും 4 മണിക്ക് വിളിക്കുക. എന്തുകൊണ്ട്? ഇഷ്ടം പോലെ ഉറങ്ങിയിട്ടുണ്ടാവും. 4 മണിക്ക് വിളിച്ച് മക്കളോടൊക്കെ വന്ന് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒരു കൂട്ടുപ്രാർത്ഥന നടത്തുക. എവിടെ? പഴയല്. അള്ളാഹു തൗഫീഖ് തരട്ടെ. ആഴ്ചയിൽ ഒരിക്കൽ പഴയയിൽ ഒരു കൂട്ടുപ്രാർത്ഥന. എന്നും ഭാര്യയും ഭർത്താവും മക്കളും അവരവരുടെ റൂമിൽ നിസ്കരിക്കട്ടെ. എന്നിട്ട് നിസ്കരിക്കാൻ വേണ്ടി ജമാഅത്ത് ബാങ്ക് കൊടുത്താൽ പള്ളിയൊക്കെ പോവുക. 4 മണി. ഇന്ന് വെള്ളിയാഴ്ച രാവാണ്. 4 മണിക്കെങ്കിലും ബാപ്പ വിളിച്ച് എല്ലാരെയും ഒരു 10-14 വയസ്സായ 15 വയസ്സായ മക്കളെയൊക്കെ വിളിക്ക. ആണുങ്ങളെ വിളിക്ക, പെണ്ണുങ്ങളെ വിളിക്ക, ഹൈലുകാരിത്തിയെ വിളിക്ക. എന്തുകൊണ്ട്? ദുആയിൽ അവൾക്കും പങ്കെടുക്കാം. യാതൊരു പ്രശ്നവുമില്ല. രാത്രി 4 മണിക്കെങ്കിലും നേരം വിളിക്കാം. കാലത്തെണീറ്റ് ശുദ്ധീകരിക്കേണ്ടവർ ശുദ്ധീകരിച്ച് ഇതാ തഹജ്ജുദ് നിസ്കരിക്കുന്ന നിസ്കാരവുമായി 4:30 മണിയായി ബാപ്പ പറഞ്ഞാൽ ഫാത്തിഹ. ശുദ്ധിയുള്ള പെണ്ണുങ്ങൾ എല്ലാവരും ഇരുന്ന്, പിന്നാണുങ്ങൾ ഇരുന്ന്, എല്ലാവരും വട്ടത്തിലിരുന്ന് ഇതാ പ്രധാനപ്പെട്ട മുറിയിൽ 4 പായ വിരിച്ച് അവിടെ ബാപ്പയും മക്കളും ഇരുന്ന് അള്ളാഹുവിന്റെ വാതിലിലേക്ക് ഏറ്റവും കൂടുതൽ അന്ന് അപേക്ഷ സ്വീകരിക്കുന്ന നേരമാണ്. ആ നേരത്ത് പൊറുക്കലിനെ തേടി ദുആ ചെയ്താൽ ഒരിക്കലും തള്ളുകയില്ല എന്ന് പരിശുദ്ധ ഖുർആൻ. മക്കളോട് പറഞ്ഞു ബാപ്പ, മക്കളെ ഒരു 10 തൊട്ട് അസ്തഗ്ഫിറുല്ലാഹ് ഫാത്തിഹ സൂറത്തോടി, നേരണ്ട ഒരു യാസീൻ ഓതി, ഇഖ്ലാസ് ഓതി, കയ്യാണ് പൊന്തിച്ച്, ഒരു അറബിയും വേണ്ട, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദനാ മുഹമ്മദ്. എന്നിട്ടാണ് പറഞ്ഞു, പഠിച്ചോനെ ഞങ്ങളെ കുടുംബത്തിൽ പല പ്രശ്നമുണ്ട്, അത് തീർത്തേരണം. സമുദായത്തിൽ പ്രശ്നമുണ്ട്, തീർത്തേരണം. എല്ലാ പുരകളിൽ നിന്നും ഇങ്ങനത്തെ ഒരു ദുആ അങ്ങോട്ട് പാസ്സാക്കിയാൽ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. കയ്യാണ് പൊന്തിച്ച്, നമ്മളാണ് പിടിച്ച്. നമ്മളെ വാക്കിന് വലിയ വില ഉണ്ട്. നമ്മൾ മറ്റുള്ള നാട്ടുകാരെ പോലെയല്ല. എമ്പാടും നൂറ്റാണ്ടുകൾ, ആയിരക്കണക്കായ കൊല്ലങ്ങളായ ഇൽമുള്ള നാടാണ് ഏത്? മലബാർ, കേരളം. നിങ്ങൾ വേറുള്ള നാട് പോലെയല്ല. വേറുള്ളവർക്ക് അന്തല്ല, വിവരമില്ല. നമുക്ക് വിവരമുണ്ട്, പക്ഷേ ളുൽമ കൂടുതലാണ്. ഇൽമുണ്ട്, ളുൽമുണ്ട്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അല്ല, ഇൽമ എത്ര ഉണ്ടോ അതിനനുസരിച്ച് ളുൽമുണ്ട്. അതാണ് നമ്മളെ പ്രശ്നം. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നമ്മൾ ഇൽമ മാത്രമല്ല ഇപ്പം നമ്മുടെ കയ്യിലുള്ളത്, നമ്മൾ ളുൽമിലേക്ക് പോയി. അള്ളാഹു നമ്മളെ കാക്കട്ടെ. എന്ത് ചെയ്യാ? പൊട്ടിക്കരഞ്ഞ് അള്ളാഹുവിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞ് എന്നിട്ട് പറഞ്ഞു, റബ്ബേ ഇതിന് പരിഹാരം വേണം റബ്ബേ എന്ന് പറഞ്ഞാൽ പരിഹരിക്കാത്ത വിഷയമില്ല. എല്ലാം പരിഹരിക്കും. നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ പേടിക്കണ്ട. ചിന്തിക്ക്, നിങ്ങളെ ചിന്തിക്കണം. അള്ളാഹുവിന്റെ കോടതിയിലേക്ക്, അള്ളാഹുവിന്റെ അടുക്കിലേക്ക് പാതിരാത്രി കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രത്യേകമായ നോട്ടം 1-ാം ആകാശത്തിന്റെ താഴേക്കുണ്ടാവും. ചോദിച്ചോ ഉത്തരം കിട്ടുമെന്ന് അള്ളാഹു പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. എല്ലാ ആഴ്ചയും ഒരു ദുആ സമ്മേളനം പോരയിൽ നടക്കുക. അല്ലാത്ത ദിവസം മരുവനും മകനും മകനും അവൻ്റെ ഭാര്യയും അവർ തഹജ്ജുദ് സ്കെച്ച് അവരൊറ്റക്ക് കയറുന്നോട്ടെ. എല്ലാ ദിവസവും കഴിഞ്ഞ് എല്ലാ ദിവസവും ചെയ്തോളി. ആഴ്ചയിലെങ്കിലും ബാപ്പാൻ്റെ നേതൃത്വത്തിൽ ഒരു ദുആ നടക്കണം. വരില്ല. ലാ യറുദ്ദുൽ ഖളാ ഇല്ല ദുആ.
ഖലാഇനെ തട്ടാൻ ദുആക്കല്ലാതെ കഴിയുകയില്ല. സ്വലാത്തുള്ള സലാമുള്ള അലാ ത്വാഹ റസൂലില്ല. സ്വലാത്തുള്ള സലാമുള്ള അലാ യാസീൻ ഹബീബില്ല. ലാ യറുദ്ദുൽ ഖലാഅ ഇല്ല ദുആ. ഖലാഇനെ തട്ടാൻ ദുആഇനല്ലാതെ കഴിയുകയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. ഒരു ഹദീത്ത്, വേറെ ഹദീത്ത് കേട്ടോ, അദ്ദുആഉ സിലാഹുൽ മുഅ്മിനി, മുഅ്മിനായ മനുഷ്യന്റെ ഏറ്റവും വലിയ ആയുധം പറയും ദുആയാണെന്ന് മുഹമ്മദ് മുസ്തഫ. കയ്യാണ് പൊന്തിച്ച് റബ്ബിനോട് പറഞ്ഞു, റബ്ബേ പരിഹരിക്കണം. റബ്ബ് പരിഹരിച്ചു തരും. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ വിഷയം വളരെ ഗൗരവമാണ്.